സുപ്രധാന വാർത്ത. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച ഹൈക്കോടതി ADGP H വെങ്കടേശനാണ് അന്വേഷണ ചുമതല. അതുല്യ രാമചന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. അതുല്യ, എന്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്താൻ കാരണം? ഏറ്റവും പ്രധാനം, ഇടക്കാല റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് ഇന്ന് സമർപ്പിക്കും എന്നുള്ളതും കൂടി ഉണ്ടായിരുന്നു. ഈ ഇടക്കാല റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമാണോ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അതുല്യ. കാളിദാസ്, ഇന്നിപ്പോൾ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കോടതി ആ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്ന് വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അതിൽ നിലനിൽക്കുന്നു എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. ഗുരുതരമായ പാളിച്ചകൾ നിലനിൽക്കുന്നു. അതിനാൽ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് തന്നെ അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുക. മാത്രമല്ല ADGP ആയിട്ടുള്ള H വെങ്കടേശനാണ് അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഗൂഢാലോചനയുടെ തെളിവുകളടക്കം ഈ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തൽ ഉണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഉന്നത റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതല കോടതി ഏൽപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ അന്വേഷിച്ചിരുന്നത് SP റാങ്കിലുള്ള വിജിലൻസ് വിഭാഗത്തിന്റെ, ദേവസ്വം വിജിലൻസ് വിഭാഗത്തിന്റെ SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ കൂടുതൽ ഗുരുതരമാണ്, കണ്ടെത്തലുകളുടെ സ്വഭാവം ഗുരുതരമാണ്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുന്നു, ക്രിമിനൽ സ്വഭാവമുള്ള ഗൂഢാലോചന അടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുന്നു. അതിനാലാണ് ഇത്തരത്തിൽ കൂടുതൽ ഉന്നതമായ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം, ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിട്ടുള്ളത്. ഈ വാദം കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ഹർജി നൽകിയതിനു ശേഷം ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് നൽകിയതിനു ശേഷം അത് പരിഗണിക്കുന്ന വേളയിൽ കോടതി നടത്തിയ നിരീക്ഷണം എന്ന് പറയുന്നത് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അനുസരിച്ച് ശബരിമലയിലെ സ്വർണ്ണപ്പാളി അതുപോലെ തന്നെ ദ്വാരപാലക പീഠവുമായി ബന്ധപ്പെട്ടെല്ലാം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നൊരു സുപ്രധാനമായ നിരീക്ഷണം കൂടി കോടതി നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ കോടതി തീരുമാനമെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തെ, ക്രൈംബ്രാഞ്ചിന് വേണ്ടുന്ന അന്വേഷണ സംഘം, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അടക്കുന്ന ഒരു സംഘത്തെ നിയോഗിക്കും. ആ സംഘത്തെ വിപുലീകരിക്കാൻ ആവശ്യമായ സഹായങ്ങൾ അല്ലെങ്കിൽ അതിനാവശ്യമായ ഒരു ആൾ വിഭവശേഷി അടക്കമുള്ള സഹായങ്ങൾ കേരള പോലീസ് ചെയ്തു നൽകണം എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘം വിപുലീകരിക്കാനും അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ അന്വേഷണം നടത്താനുമുള്ള സഹായം, അതിനുവേണ്ട സംവിധാനങ്ങൾ, ക്രമീകരണങ്ങൾ മുതലായവ കേരള പോലീസ് ചെയ്തു നൽകണമെന്ന് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ സഹായിക്കാൻ സർക്കാരിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിലാണ് ഇത്രയും വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. കൃത്യമായും ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളിൽ അടിമുടി ദുരൂഹതയുണ്ട് മുതലായ കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സ്പോൺസർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ആ ഒരു കാലയളവിൽ 2019 സ്വർണം പൂശിയതിനു ശേഷം വീണ്ടും ഈ സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ട സമയം ആ കാലയളവിലുള്ള ഉദ്യോഗസ്ഥരുമായി ഒരു കൂട്ടുകെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ നിഗമനം എന്നാണ് ഈ കണ്ടെത്തലിൽ പറയുന്നത്. ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങളിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്ത് വെച്ച് എടുത്തിരുന്നു. ആ മൊഴികൾ പരിശോധിക്കുമ്പോൾ അതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പലപ്പോഴും പറയുന്നത് എന്ന് നേരത്തെ തന്നെ വിജിലൻസ് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങളും ഉദ്യോഗസ്ഥരുടെ വാദങ്ങളും അതുപോലെ തന്നെ നടപടികളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട് എന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ എല്ലാം ഭാഗമായാണ് ഇപ്പോൾ ഈ സ്പോൺസർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു കൂട്ടുകെട്ട് ഉണ്ടായിട്ടുണ്ട്, അത്തരത്തിലൊരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തിയിരിക്കുന്നത്. ഈ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗൂഢാലോചന അടക്കമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് കോടതി ക്രൈംബ്രാഞ്ചിന് അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. ഇത്രയും കാലം അന്വേഷിച്ചിരുന്നത് ദേവസ്വം വിജിലൻസ് ബോർഡിന്റെ തന്നെ ചീഫ് വിജിലൻസ് ഓഫീസർ അടക്കമുള്ള SP റാങ്കിൽ ഉള്ള ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇനി അന്വേഷണം നടത്തുന്നത് ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവുമായിരിക്കും. ഈ അന്വേഷണ സംഘത്തിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കൊപ്പം ആവശ്യമെങ്കിൽ, ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ കേരള പോലീസിൽ നിന്നും ആളുകളെ വിട്ടുകൊടുക്കുകയും അന്വേഷണത്തിന് വേണ്ട സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ചെയ്തു കൊടുക്കുകയും വേണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കാളിദാസ്.
ശരി അതുല്യ, വിവരങ്ങളുമായി ഡി ബിനോയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, ഇപ്പോൾ ഇടക്കാല റിപ്പോർട്ട് പഠിച്ച ശേഷം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ എച്ച് വെങ്കടേശനാണ് അന്വേഷണ ചുമതല. അതോടൊപ്പം ദേവസ്വം വിജിലൻസിന്റെ ഒരു സമാന്തര ഒരു അന്വേഷണം കൂടി ഇതിനോടൊപ്പം ഉണ്ടാകുമോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ എന്തായാലും ഇതുവരെ ലഭിച്ച കണ്ടെത്തലുകളൊക്കെ കൈമാറി കഴിഞ്ഞു. എന്തായാലും ഈ ഒരു അന്വേഷണ സംഘം ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നതോടൊപ്പം അത്തരത്തിലൊരു അന്വേഷണം ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതാമോ നമുക്ക്? ഒരു സമാന്തര അന്വേഷണം ഉണ്ടാകില്ല. ഒരു പക്ഷേ ക്രൈംബ്രാഞ്ചിനോടൊപ്പം ചേർന്ന് ദേവസ്വം വിജിലൻസും സഹായങ്ങൾ ചെയ്തു കൊടുക്കും. നേരത്തെ തന്നെ കൊടുത്ത റിപ്പോർട്ടിൽ, അതായത് ഇന്ന് കൊടുത്ത ഇടക്കാല റിപ്പോർട്ടിൽ ഒരു പോലീസിന്റെ പ്രത്യേക വിഭാഗത്തിന്റെ സഹായം ആ റിപ്പോർട്ടിൽ തേടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം അന്വേഷണ സംഘത്തെ വിപുലപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ ശാസ്ത്രീയപരമായ പഠനം അല്ലെങ്കിൽ പരിശോധന ഈ സ്വർണ്ണപ്പാളികളിൽ നടത്തണമെന്നും ഒക്കെ ഉള്ള ഒരു നിർദ്ദേശങ്ങൾ കൂടി അടങ്ങിയ ഒരു റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ആ റിപ്പോർട്ടിന്മേൽ കൃത്യമായ ഒരു നടപടി ഇപ്പോൾ എടുത്തിരിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയുക. കാരണം ഈ സംഭവം നടക്കുന്നത് 2019 അതേസമയം 2024 സ്വർണ്ണപ്പാളി വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അതിൽ കൃത്യമായ കണക്കുകളും മഹസറുകളും ഇതുമായി ബന്ധപ്പെട്ട തൂക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ട്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 2019 അതായത് 1998 സെപ്റ്റംബർ മാസത്തിൽ സ്വർണം പൂശിയ ശ്രീകോവിൽ സമർപ്പിച്ചതിന് ശേഷം അതേ കാലയളവിൽ തന്നെ ഈ ദ്വാരപാല വിഗ്രഹത്തിന് മുകളിലുള്ള കവചവും സ്വർണത്തിൽ പൊതിഞ്ഞിരുന്നു. രണ്ടും വ്യത്യാസമുണ്ട്. സ്വർണം പൊതിയുകയും സ്വർണം പൂശുകയുമാണ്. എന്നാൽ അന്ന് സ്വർണം പൊതിയുകയായിരുന്നു. ചെമ്പ് പാളികളിൽ പ്രത്യേക അനുപാതത്തിൽ സ്വർണം ഫോയിലുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ സ്വർണ്ണ കഷ്ണങ്ങളാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ പതിച്ചെടുത്തൊക്കെയായിരുന്നു അന്ന് ദ്വാരപാല ശില്പങ്ങളിൽ. ആ സ്വർണത്തിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം 5 കിലോയോളം വരുന്ന സ്വർണം 2019 അത് സ്വർണം പൂശുന്നതിന് കൊണ്ടുപോയപ്പോഴേക്ക് ആ സ്വർണവുമായി ബന്ധപ്പെട്ട കണക്കുകളില്ല. ആ കണക്കിനെ ചൊല്ലിയുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെങ്കിൽ ഒരുപാട് പിറകിലേക്ക് പോകേണ്ടി വരും. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അന്ന് പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാർ പലരും പെൻഷനായിട്ടുണ്ട്. അവരെ കണ്ടെത്തണം. അവർ എന്തൊക്കെ നടപടിക്രമങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തണം. ഒപ്പം ഇതിനകത്ത് മഹസറുണ്ട്. ആ മഹസറിനകത്ത് ഒപ്പിട്ട ആളുകൾ ആരെന്ന് കണ്ടെത്തണം. ആ ഒപ്പിട്ട ആളുകളെ അന്വേഷണത്തിന്റെ ഭാഗമാക്കണം. അങ്ങനെ വലിയൊരു ജോലി തന്നെയാണ് ഇനി വരാൻ പോകുന്ന അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എത്തുക. ഒപ്പം ഈ സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കവും ഇത് എന്തുമാത്രം സ്വർണം അന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള രേഖകൾ സമ്പാദിക്കണം. അത് കൃത്യമായും അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ UB ഗ്രൂപ്പ്, അതായത് വിജയ് മല്യയുടെ കമ്പനിയായ UB ഗ്രൂപ്പ് അത് സംബന്ധിച്ച വ്യക്തമായ ഒരു കണക്ക് അവരുടെ കൈവശമുണ്ട്. അത് ഒരു അന്വേഷണ സംഘത്തിന് കൈമാറും. അന്ന് ഈ സ്വർണം പതിക്കുന്നതിന് അല്ലെങ്കിൽ സ്വർണം പൊതിയുന്നതിന് വേണ്ടി അന്ന് ഉണ്ടായിരുന്ന ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ കാണേണ്ടി വരും. അങ്ങനെ വലിയ വിശാലമായൊരു അന്വേഷണത്തിലേക്ക് പോയാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, ഒപ്പം മോഷണം, ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിലെ അന്വേഷണ സംഘത്തിൽ പ്രഗത്ഭരുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ചും എച്ച് വെങ്കടേഷനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് അന്വേഷണ കാര്യങ്ങളിൽ തന്റേതായ മികവ് തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഒരു അന്വേഷണം ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം സംസ്ഥാന സർക്കാരിന് ആശ്വസിക്കുകയും ചെയ്യാം. കാരണം ഈ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നും നിയമസഭ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ തന്നെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. വലിയ തരത്തിൽ ചോദ്യോത്തരവേളയിൽ പോലും ബഹളം വെച്ചു. ചോദ്യോത്തരവേള അവസാനം ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെ നിലവിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും ഒപ്പം പ്രതിഷേധങ്ങളും സംസ്ഥാന സർക്കാർ നേരിടുന്ന സമയത്താണ് ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാരിനും ആശ്വാസകരമാണ്. കാരണം ഇവിടെ ദേവസ്വം മന്ത്രിയുടെ രാജിയും ഒപ്പം ദേവസ്വം പ്രസിഡന്റ് രാജിയുമാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ അന്ന് 2019 ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായിരുന്നു. അപ്പോൾ ഈ രണ്ടുപേരും ആയിരുന്നു അന്ന് ദേവസ്വം ബോർഡ് ചുമതലക്കാർ. 2019 അവരുടെ കാലഘട്ടത്തിലാണ് ഇത്രയധികം ഒരു വലിയ തരത്തിലുള്ള നീതീകരിക്കാൻ കഴിയാത്ത, ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു ക്രമക്കേട് കണ്ടെത്തിയത്. പക്ഷെ ഇതിൽ വ്യക്തമായ ഒരു കാര്യം, ഇവർ ഒന്നും തന്നെ ഈ കാര്യങ്ങൾ അറിയത്തില്ല എന്നുള്ള ചില ഉദ്യോഗസ്ഥർ മാത്രം ഇടപെട്ടുകൊണ്ട് നടത്തുന്ന കാര്യങ്ങളാണിത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് 2000 കൂടിയാണ് ശബരിമലയിൽ എത്തുന്നത്. അന്ന് അവിടെ ഒരു കീഴ്ശാന്തിയുടെ മുറിയിലെ സാധാരണ ജോലിക്കാരനായി എത്തപ്പെടുന്നു. പിന്നീട് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുകയും അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ബംഗളൂരിലെ ഒരു പുതിയ ക്ഷേത്രത്തിലെ ഭരണാധികാരിയും ഒപ്പം ശാന്തിക്കാരനുമായി മാറി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ
പടിപടിയായിട്ടുള്ള ഉയർച്ചയ്ക്ക് അപ്പുറത്തേക്ക് വളരെ വേഗത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വളർച്ച. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമായ ഒരു അന്വേഷണം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന് തന്നെ ഇതിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. ഇനി അറിയേണ്ടത് ഈ അന്വേഷണ സംഘത്തിൽ എത്ര പേരുണ്ടാകും, ഇതെങ്ങനെ വിപുലപ്പെടുത്തും, ആരെയൊക്കെ ഉൾപ്പെടുത്തിയായിരിക്കും ഈ അന്വേഷണ സംഘം വിപുലപ്പെടുത്തുക. അത് ഒരു പക്ഷേ ഇന്ന് തന്നെ ഉണ്ടാവും. കാരണം സംസ്ഥാന സർക്കാർ എത്രയും വേഗം ഒരു അന്വേഷണം നടത്തി മുഖം രക്ഷിക്കണം ആഗ്രഹിക്കുന്നുണ്ട്. വരാൻ പോകുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ആ രാഷ്ട്രീയം കൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം വലിയ തരത്തിലുള്ള ആരോപണങ്ങളും പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ നിയമസഭയിലായിരുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ സഭയ്ക്ക് പുറത്തും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും. ഈ വരുന്ന ദിവസങ്ങളിൽ പത്തനംതിട്ട തന്നെ കെ സി വേണുഗോപാൽ പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധ സംഗമം കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ ഒരു പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിക്കൊണ്ട് കോടതിയെ തന്നെ ഉത്തരവിറക്കിയിരിക്കുന്നത്. കാരണം ഇനിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൃത്യമായും കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ മുന്നോട്ട് പോകും. ഒപ്പം ഈ ക്രൈംബ്രാഞ്ച് സംഘത്തെ സഹായിക്കാൻ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരും ഉണ്ടാകും. അങ്ങനെ ഒരു വലിയ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് സർക്കാരിന് ആശ്വാസകരമാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ വാദമുഖങ്ങളെ തീർച്ചയായിട്ടും നേരിടുവാൻ സർക്കാരിന് കഴിയും. ഇനി വരുന്ന ദിവസങ്ങളിലെ അന്വേഷണം, അതിന്റെ ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ട്, അത് കൃത്യമായി ആ റിപ്പോർട്ടിലുണ്ട്. വലിയൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അതായത് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിലും പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന സംഘത്തെ കണ്ടെത്തണം, അവരുടെ ലക്ഷ്യമെന്തെന്ന് കണ്ടെത്തണം, ഈ സ്വർണ്ണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് കണ്ടെത്തണം. അങ്ങനെ വലിയൊരു ജോലി തന്നെ പുതിയ അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് എത്തും എന്നുള്ളതും ഉറപ്പാണ്. കാളിദാസ്. ശരി ബിനോയ്, എന്തായാലും ഈ ഒരു നിമിഷം നമ്മൾ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു നിമിഷം തന്നെ പുതിയ ചില വിവരങ്ങൾ കൂടി വരുന്നു. അന്വേഷണ സംഘം ADGP എച്ച് വെങ്കടേഷിനാണ് അന്വേഷണ ചുമതല. ആ അന്വേഷണ സംഘത്തിൽ 5 പേർ ഉൾപ്പെടുന്നതാണ് അന്വേഷണ സംഘം എന്നുള്ള വിവരമാണ് പുതുതായി ലഭിക്കുന്നത്. 5 പേരടങ്ങുന്ന ADGP എച്ച് വെങ്കടേഷ് അന്വേഷണ ചുമതല വഹിക്കുന്ന ഒരു സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നു. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഒരു മാസത്തിനകം കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നുള്ളതും കൂടിയാണ്. ദേവസ്വം വിജിലൻസ് ഈ അന്വേഷണത്തിൽ ഒപ്പം ചേരും. ദേവസ്വം വിജിലൻസിന് ലഭിച്ച വിവരങ്ങൾ കൂടി പങ്കുവച്ചിട്ടുണ്ട്. ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതി പഠിച്ച ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി അടക്കം എത്തിയിരിക്കുന്നത്. ADGP എച്ച് വെങ്കടേഷ് ചുമതല വഹിക്കുന്ന അന്വേഷണ സംഘത്തിൽ 5 പേരാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതോടൊപ്പം ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലുള്ള ചില കാര്യങ്ങൾ കൂടി ഈ ഒരു നിമിഷം പുറത്തു വരികയാണ്. സ്വർണ്ണക്കവർച്ച ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്ന പരാമർശമാണ്. സ്വർണ്ണക്കവർച്ചയാണ് നടന്നിരിക്കുന്നത്. സ്വർണ്ണക്കവർച്ച നടന്നിരിക്കുന്നു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്വർണ്ണക്കവർച്ച നടന്നിരിക്കുന്നു. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. ബിനോയ് ചേരുന്നു നമ്മളോടൊപ്പം. ബിനോയ്, എന്തായാലും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് വരാം. എന്തായാലും അന്വേഷണ ചുമതലയിൽ 5 പേർ അടങ്ങുന്ന അന്വേഷണ സംഘമാണ്. ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നുള്ളതും കൂടിയുണ്ട്. വളരെ ചുരുങ്ങിയ സമയമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ വിവാദം കെട്ടടക്കുക, അല്ലെങ്കിൽ ഈ വിവാദം ആളിക്കത്തുന്ന ഈ വിവാദത്തെ താഴ്ത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തെ ഇല്ലാതാക്കുക എന്നുള്ളൊരു തീരുമാനമൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന് കൃത്യമായൊരു അന്ത്യം വേണം, ഈ ഒരു കഥാന്ത്യം വേണം ഈ ഒരു സ്വർണ്ണപ്പാളി വിവാദത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസത്തിനകം അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് ഹൈക്കോടതി. ബിനോയ്, തീർച്ചയായും ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അത് ഒരു പക്ഷേ സർക്കാരിനും ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം അന്വേഷണം നീണ്ടുപോകുന്നതനുസരിച്ച് തന്നെ പ്രതിഷേധങ്ങൾ ശക്തി പ്രാപിക്കും. പക്ഷേ ഇത് അതിനൊന്നും വഴിവെക്കുന്നില്ല. എത്രയും വേഗം തന്നെ അന്വേഷണം നടക്കും. ആ അന്വേഷണം